ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് തുടക്കക്കാരെങ്ങനെ PSC എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ ഏറ്റവും ചെറിയ ലെവലായിട്ടുള്ള 10th പ്രിലിംസ് എങ്ങനെ പഠിച്ചു തുടങ്ങുമെന്നാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം തന്നെ സിലബസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി ആദ്യം തന്നെ എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മളെ കറൻറ്റ് അഫയേഴ്സ് കാര്യങ്ങളാണ്. പിന്നെ GK, ജോഗ്രഫി വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ജനറൽ സയൻസ് ഓരോ ടോപ്പിക്കും നിങ്ങൾ വായിച്ചു നോക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഫിസിക്കൽ സയൻസ്, അതിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി റിലേറ്റ് ചെയ്തതും, ജനറൽ സയൻസിൽ നമ്മൾ ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ് വരുന്നത്. ഓക്കെ, നാച്ചുറൽ സയൻസ് ഒന്നും ഫിസിക്കൽ സയൻസ് ഒന്നുമാണ് ജനറൽ സയൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പല സെക്ഷൻ, ഓരോന്നിനും 10 മാർക്ക് ഇതാണ് കാണുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ മാത്സ് 2 ഉണ്ട്. ഒന്ന് ലഘുഗണിതവും ഉണ്ട്, അതേപോലെ തന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എന്ന് പറഞ്ഞിട്ടുള്ള 2 സെക്ഷനും നമുക്ക് 10 മാർക്കിനാണ്. അതിന് ഓരോ സബ് സെക്ഷൻസ് ഉണ്ട്. ഓരോ ടോപ്പിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് അതിൻ്റെ, ഇപ്പോൾ 10 മാർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടുത്തതെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കണം. നമ്മൾ ആദ്യമായിട്ട് എക്സാം എഴുതുക അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്ക് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ടോപ്പിക്സൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും, ചിലതൊക്കെ മറന്നും പോയിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, നമുക്കൊരു സ്കൂളിൽ പഠിച്ച രീതിയിലല്ല ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കറിയാമല്ലേ, ഒരു 1 വേർഡ് രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാം. നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ എടുക്കാം, പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മളതൊന്ന് നന്നായി അനലൈസ് ചെയ്യുക, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, നമുക്ക് ആ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങളൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കാം ഈ ടൈപ്പിലാണല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. ശേഷം ഞാൻ പറഞ്ഞു സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ സിലബസിൻ്റെ അകത്ത് പറഞ്ഞപ്പോൾ കറൻറ്റ് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കറൻറ്റ് അഫയേഴ്സ് നമുക്കറിയാം, ഒരു 1 ഇയർ പ്ലാനാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിങ്ങനെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വേറെ ടോപ്പിക്സ് അല്ലെങ്കിൽ വേറെ കറൻറ്റ് അഫയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് ആ ഒരു വർഷത്തിന് മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമ്മൾ പഠിക്കുന്ന ടൈമിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പല റാങ്ക് ഫയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ജനറലായിട്ടുള്ള അറിവിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, പേപ്പർ വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളതൊന്ന് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും അറിവ് കൂടുക തന്നെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിലബസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്ര കിട്ടുന്നോ അത്രയും കളക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഞാൻ അനലൈസ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കയറി പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എപ്പോഴും പഠിക്കുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കുക. നമുക്ക് എന്തായാലും എക്സാം നമുക്ക് വിൻ ചെയ്യണമല്ലേ, വെറുതെ നമുക്ക് പോലെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബ് നമുക്ക് സ്വന്തമാക്കണം. അപ്പോൾ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീനായി പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ എല്ലാ ഒരു ഉത്തരങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ടോപ്പിക്സ് വളരെ നീറ്റായി പഠിച്ച ആൾക്ക് അത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പല ടോപ്പിക്സ് പറഞ്ഞപ്പോൾ ഫസ്റ്റ് കറൻറ്റ് അഫയേഴ്സിൻ്റെ കാര്യം അങ്ങനെ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ വീക്കിലി ആണെങ്കിൽ വീക്കിലി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന അടുത്ത ടോപ്പിക്ക് ജോഗ്രഫിയാണ്. അപ്പോൾ ജോഗ്രഫി, ഹിസ്റ്ററി. അപ്പോൾ +1 +2 ഒക്കെ അതെടുത്ത് പഠിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടിയും അത് ഒന്നും കൂടി ഈസി ആയിരിക്കും. ചിലർക്ക് അതിൻ്റെ ടച്ച് പോയിട്ടുണ്ടാവും. ചിലർക്ക് ഹിസ്റ്ററി പഠിക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ടോപ്പിക്സ് നോക്കി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കിയിട്ട്, ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ചിലർക്ക് ജോഗ്രഫി ഹിസ്റ്ററി പഠിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും, താല്പര്യമായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം അങ്ങനെ നോക്കുക. പിന്നെ അതിൻ്റെ അടുത്ത് വരുന്നത് സയൻസ് ആണല്ലേ. സയൻസിൽ ജനറൽ സയൻസും അതുപോലെ ജനറൽ സയൻസിൽ വരുന്നത് നാച്ചുറൽ സയൻസും അതുപോലെ ഫിസിക്കൽ സയൻസും. അപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി
കെമിസ്ട്രി മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഞാൻ ഇപ്പോൾ സിലബസ് കാണിച്ചതിൽ പറഞ്ഞു പല പല എന്താ പറയുക സബ് ടോപ്പിക്സ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും വളരെ നീറ്റ് ആൻഡ് ക്ലീനായി പഠിക്കുക. നീറ്റ് ആൻഡ് ക്ലീനായി പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. അടുത്തത് നമ്മൾ മാത്സ് ആണ് വരുന്നത്. ചിലർക്ക് മാത്സ് ഭയങ്കര ഈസി ആയിരിക്കും, പ്രത്യേകിച്ച് സയൻസൊക്കെ പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രിക്കും സയൻസും അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ ചെയ്യും. അല്ലാത്തവരും ചെയ്യുന്നവരുണ്ട്. ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ മാത്സ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കരുത്. മാത്സ് ചെയ്ത് തന്നെ പഠിക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ ചിലരുണ്ട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് എന്താ മാത്സ് ലാസ്റ്റത്തേക്ക് വെച്ച് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ പോരെയെന്ന്. വായിച്ച് നോക്കി എക്സാം പേപ്പർ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, ആകെ കുഴപ്പമായിട്ട് ഇരിക്കുന്നവരും ഉണ്ട്, അവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ചെയ്ത് തന്നെ പഠിക്കാമെന്ന് പറയും. പിന്നെ മാത്സ് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതുപോലെ വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് ഫോർമുലാസ്, കുറച്ച് ട്രിക്സ് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാത്സ് ചെയ്യാം. സിമ്പിളാണ്. മാത്സ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ മാത്സ് ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് ഉറക്കം വരുമ്പോൾ പഠിക്കാൻ പറ്റുക. നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഉറക്കം വരുന്ന മൈൻഡിൽ പെട്ടെന്ന് പഠിച്ച് കയറാൻ പറ്റും തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ടയേർഡായിട്ട് ഇരിക്കുമ്പോൾ എന്താ പറയുക, അത് തല ചായച്ചിട്ടാണെങ്കിലും മാത്സ് നമ്മൾ ഇരുന്ന് ചെയ്യുമല്ലേ, വെറുതെ എഴുതി പോയാൽ മതി. നമ്മൾ വായോണ്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതി ചെയ്ത് ആൻസർ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലും ആ സമയത്താണ് എനിക്കൊക്കെ ആ സമയത്താണ് കുറച്ചും കൂടി രാത്രി നേരം എത്ര വേണമെങ്കിലും ഇരിക്കാം. രാവിലെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഉച്ചയ്ക്കാണ് ചെറിയൊരു ഉറക്കം, ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉറക്കം വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കൂടുതൽ മാത്സ് പഠിക്കാറുള്ളത്. അപ്പോൾ മാത്സ് ആ ടൈമിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നില്ല. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ടൈമിൽ വേണം നമ്മൾ ഓരോ സബ്ജക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് ഒരു 1 ഇയറിൻ്റെ പ്ലാനാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ 1 ഇയറിൻ്റെ ഉള്ളിൽ ഇത്രയും ടോപ്പിക്സ് എന്തായാലും വളരെ നീറ്റായിട്ട് പഠിച്ചിട്ടുണ്ടോ. പിന്നെ പഠിച്ച് കഴിയൽ മാത്രമല്ല, എത്രത്തോളം നമ്മൾ റിവിഷൻ ചെയ്യുന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ വെറുതെ പഠിച്ചു കഴിഞ്ഞു, ഒരു 1 ഇയർ ടൈം എടുത്തിട്ട് നമ്മൾ വെറുതെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിലല്ല കാര്യം. അത് വീണ്ടും റിവിഷൻ ചെയ്യാനുള്ള ടൈം നമുക്ക് എത്ര കിട്ടുന്നോ അത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മത്സരിക്കാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞത്, നമ്മളും വിൻ ചെയ്യണം. അപ്പോൾ നമ്മളും ഫസ്റ്റ് ടൈം ആയവർ ഒരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര സമയമുള്ളത് ആ സമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. പിന്നെ എല്ലാവർക്കും ഒരു എബിലിറ്റി ആവണമെന്നില്ല. ചിലർ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട്, ചിലർ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒപ്പം ഇത് കൊണ്ട് നടക്കുന്നവരുണ്ട്, ചിലർ ജോലിക്ക് പോകുന്നതിൻ്റെ ഒപ്പം ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇനി ഫാമിലി ആയിട്ട് ജീവിക്കുന്ന വുമൻസ് കാര്യങ്ങൾ, അവർ വീട്ടിലുള്ള പണികൾ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ PSC കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എല്ലാവർക്കും ഒരു ടൈം കിട്ടുന്നില്ല. വെറുതെ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരുപാട് ടൈം ഉണ്ടാവും, കാരണം അവർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതിന് മാത്രം ഇതാക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ടൈം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഒഴിവെന്ന്. പിന്നെ അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്യാൻ നോക്കണം. ചിലപ്പോൾ ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ മറ്റുള്ളവർ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരിക്കേണ്ടി വരും. കാരണം എന്നാലാണ് അവരുടെ ഒപ്പം ഈ ടോപ്പിക്ക് കവർ ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അടുത്തതുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളെ ടൈം ടേബിളാണ്. ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തേക്കാം. ഇന്ന ദിവസം ഞാൻ ഇന്നത് പഠിക്കും, ഇന്ന ദിവസം ഞാൻ ഇന്ന ടോപ്പിക്സ് കഴിക്കും. അത് അന്ന് തന്നെ ഒന്ന് റിവിഷൻ ചെയ്യുക. നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾ കറക്റ്റില്ല, നിങ്ങളോട് തന്നെ ചോദിക്കുക. പിന്നെ കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തുന്നവർക്ക് നടത്താം കേട്ടോ, എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല, ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. പലവട്ടം നമുക്ക് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ നാളെ ഒരു ഇന്ന ടോപ്പിക് പഠിക്കാമെന്ന് വെച്ചാൽ അന്ന് നമുക്ക് വല്ല ഹോസ്പിറ്റൽ കേസ് അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഉഷാറോടുകൂടി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചില പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്യാൻസൽ ചെയ്ത ടോപ്പിക്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം അത് നോട്ട് ചെയ്തില്ലെങ്കിൽ അതവിടെ വിട്ടിട്ട് പോകും. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ, എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒരു രീതിക്ക് അനുസരിച്ച് നാളെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കാമെന്ന് ഉദ്ദേശിച്ചാൽ അത് തന്നെ പഠിച്ചു കൊടുക്കുക. ഇത് ഈ വിട്ടുപോയത് അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നാണ് നിങ്ങൾക്ക് പിന്നെ ഒരു ഒഴിവ്, നമുക്ക് കിട്ടുന്ന ഒഴിവ് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആ ഒഴിവ് കിട്ടുന്ന ടൈമിൽ നമ്മൾ ആ ടോപ്പിക്കും കൂടി കവർ ചെയ്യുക. പിന്നെ ഒരുപാട് റാങ്ക് ഫയൽസ് ഉണ്ട്, ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്, അതുപോലെ തന്നെ വേറെ ആപ്പുകളിലുണ്ട്, അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, നമ്മളിത് പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ എല്ലാതും ഉണ്ട്.
അപ്പോൾ നമുക്ക് നോട്ട് കാര്യങ്ങൾ അതുപോലെ പഠിക്കാനുള്ള ഇതുകളൊക്കെ നമുക്ക് പല സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ ഒരു ഓൺ നോട്ട് കീപ്പ് ചെയ്യാം. അതെന്തായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ട് പഠിക്കുന്നതായിരിക്കാം, നിങ്ങൾ ക്ലാസ്സിൽ പോയി പഠിക്കുന്നതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ നോട്ട്, നമ്മൾ എത്ര ബുക്ക് നോക്കിയാലും നമ്മുടെ സ്വന്തം കൈകൊണ്ട് എഴുതിയ നോട്ട് ഒന്ന് നോക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ പല സബ്ജക്റ്റിനും പല ബുക്ക്, ചെറിയ ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്ന, ഓരോ ഇത് കഴിയും തോറും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി എല്ലാ ബുക്കും ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്താണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, നോട്ട് എഴുതി കീപ്പ് ചെയ്യുക. പിന്നെ റാങ്ക് ഫയൽസൊക്കെ നമുക്ക് ചിലവർക്കുണ്ട് ബുക്കിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നല്ല, ഞാനും ചെറിയ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ തീരുന്നതിനനുസരിച്ച്, ഇപ്പോൾ നമുക്കൊരു ബുക്കിലൊന്നും ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നൊന്നും വരില്ല, ടോപ്പിക് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ബുക്കും മാറ്റും. അപ്പോൾ നിങ്ങളെപ്പോഴും ഓൺ നോട്ട്, നമ്മുടെ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോസ്, നമ്മൾ ഇപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും പുറത്തുള്ള വീഡിയോസ് ആണെങ്കിലും നമ്മൾ കാണുന്ന തന്നെയാണ് പറയുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നമുക്ക് അറിവ് ഇവിടുന്ന് കിട്ടാത്ത അവിടെ നിന്ന് കിട്ടും, മേ ബി അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ കോച്ചിങ് സെൻറ്റേഴ്സൊന്നും കാര്യങ്ങളൊന്നും കിട്ടും. ചിലവർക്കത് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പലരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരുപാട് പേര് നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് റാങ്ക് ഫയൽസ് കാര്യങ്ങൾ നോക്കി പഠിക്കുന്നവരുണ്ട് വീട്ടിൽ ഫ്രീ ടൈമിൽ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇത് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ച് കറക്റ്റ് ടൈമിൽ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു പ്രയത്നമാണല്ലേ, നമ്മൾ ഇതാക്കുക, നമ്മൾ പഠിക്കുക, നമ്മൾ വിജയിക്കുക. അപ്പം അത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ലെങ്കിൽ, തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. സമയമൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെ നമുക്കും പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒന്ന് ചെയ്യണം, ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഓക്കെ.